നമ്മളിന്ന് പോകുന്ന നല്ല മുരിഞ്ഞ പൊറോട്ടയും നല്ല ബീഫ് കറിയും കഴിക്കാനാണ്. എന്ന് പറഞ്ഞാൽ MS തട്ടുകട. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് സജഷൻസ് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് രാവിലെ അങ്ങോട്ട് പോയി അവിടുത്തെ പൊറോട്ടയും ബീഫും എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാമെന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ വ്ളോഗിൽ ആദ്യമായിട്ട് മുഹമ്മദും വരുന്നുണ്ട്. മുഹമ്മദേ പറയടാ, വ്ളോഗിൽ വരുമല്ലേ നീ? ഇത് വ്ളോഗാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് അടുത്തൊരു പയ്യനെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവനെയും കൂടെ വിളിച്ചുകൊണ്ട് നമുക്ക് ഈ നേരെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. കാരണം എൻ്റെ വണ്ടി കഴിഞ്ഞ ദിവസത്തെ മഴയിൽ എന്തൊക്കെ അതിനുശേഷം പറന്ന് ചീറ്റിയൊക്കെ ഞാൻ പോയിട്ട് ഇപ്പം എന്തൊക്കെ ഓണാകുമ്പോൾ എന്തൊക്കെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. എഞ്ചിൻ്റെ അകത്ത് എന്തോ കയറിയെന്നാണ് വിദഗ്ധനായ അതുൽ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇവനെ കറക്റ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നേ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാണ്. ബാസിൽ നമ്മൾ പ്രത്യേകിച്ച് വിളിച്ചതാണ്. കണ്ട നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവനാണ് മെയിൻ. നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആസി പറഞ്ഞത് അവർ പുതിയ ബെൽറ്റ് മേടിച്ചെന്ന്. എത്ര 250 രൂപയെന്ന് കാണിക്കണം എന്ന്. ആസിന് കാണിക്കുക ബെൽറ്റ്. ആസിന് കറക്ക്. ആ അങ്ങനെ നമുക്കിപ്പം ബസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ബസ്സിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൻ്റെ അകത്ത് വ്ളോഗ് ചെയ്യുന്നത്. ഇതുവരെയും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്ന മൂൺലൈറ്റാണ്. കറക്റ്റ് ബസ് വന്ന ടൈമിൽ ഞാൻ ക്യാമറ ഓഫായിരുന്നു. അതുകൊണ്ടാണ് ബസ് വന്നത് കറക്റ്റ് എടുക്കാൻ പറ്റാഞ്ഞ്. ആസിയുണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളിതാ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഞാൻ കൊണ്ട് പോവാം. ഈ കാണുന്നുണ്ടോ, ഇവിടെയാണ് നമ്മളെ സ്കൂള്. ഒരുപാട് ഇതിലേക്കൂടെ പോകുമ്പോൾ ഭയങ്കര മെമ്മറീസാണ്. കാരണം +1ഉം +2ഉം പഠിച്ച സ്കൂളാണ്. ഇതിപ്പോൾ നമ്മൾ കൊറോണ ബാച്ചാണ്. എന്നാൽ പോലും സ്കൂളിൽ അതിലേക്കൂടെ പോകുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി. ഇവിടുന്ന് ഇന്ന് ബസ് സ്റ്റോപ്പ് ഇറങ്ങി കണ്ട് അവിടെ ഏകദേശം അങ്ങോട്ട് നടന്നാൽ മതി. അതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് അങ്ങോട്ട് നടന്നാൽ മതി. ഇവിടെ അങ്ങോട്ട് വെച്ച് നടക്കാം. എടാ ഇത് ഇച്ചിരി ദൂരം ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നമ്മള് ബസ് ചെയ്യണിട്ട് ആസി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല. ആസിക്ക് അവിടെ അടുത്തിരുന്ന ബോബാ ഇഷ്ടപ്പെട്ടത്. നമ്മളിപ്പോൾ ഏകദേശം കടയുടെ അടുത്തെത്തി. പക്ഷേ കട അടച്ചോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മളാ ബസ്സിൽ 1 മണിക്കൂറത്തോളം ഇരുന്ന് ഒരു 5 കിലോമീറ്റർ വരെ നമ്മൾ 1 മണിക്കൂറും കണ്ട് ഏകദേശം ആ ബസ്സിൽ ഇരുന്ന്. ആണ്ടേ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആണ്ടേ ഇതാണ് നമ്മളിന്ന് വന്നേക്കുന്ന കട. പക്ഷെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. നമുക്ക് നോക്കാം. ഗോയ്സ്, ഒരു അബദ്ധം പറ്റി. കട ഇന്ന് ഇല്ല. മീൻസ് വൈകിട്ടാണ് ഉള്ളത്. നമ്മൾ രാവിലെ കയറി വന്ന് കഴിച്ച് 1 മണിക്കൂർ ബസ്സിലിരുന്ന് വെറുതെ കളഞ്ഞ് അവിടെ വീട്ടിലാണ് കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. ഇനി തിരിച്ച് എപ്പോഴാണോ എന്തോ ബസ് ഒരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ വിളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു മൈൻഡ് സെറ്റിലിങ്ങനെ ഇറങ്ങി വന്നേ ഗൈസ്. കാണാം ഞാൻ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാണുമെന്ന്. രാവിലെ കട കാണത്തില്ലേ, അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ ഇവിടെ വൈകുന്നേരമേ ഉള്ളൂ. അതെ, ഞാൻ എനിക്ക് രാവിലെ ഉറക്കപ്പിച്ചിൽ ഞാൻ 8:30ക്കാണ് എണീറ്റ്. 8:30 തന്നെ ഞാൻ ഒരുങ്ങി എണീറ്റ് 8:45 ഇറങ്ങിയതാണ്. പക്ഷേ എന്തൊരവസ്ഥ. 2 പയ്യന്മാരെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കൊണ്ടുവന്നിട്ട് ഫുഡും ഇല്ല, തേങ്ങയില്ല. ഇനി എങ്ങനെയന്മാരെ ഞാൻ കൊണ്ട് വീട്ടിൽ വിടും പട്ടിണിയാക്കി. എന്തായാലും നമുക്ക് പോവാം അങ്ങോട്ട്. നിങ്ങൾ എന്തായാലും ഇത് പൊറോട്ടയും ബീഫിൻ്റെയും വ്ളോഗ് കാണാനായിരിക്കും ഇന്ന് വന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് നല്ല കല്യാണ ബിരിയാണി കാണിച്ചു തരാം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു കല്യാണത്തിന് പോകുന്നുണ്ട്. അതിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ കല്യാണ ബിരിയാണി സെറ്റ്. ആരും സ്കിപ്പ് അടിക്കില്ല. ഓക്കെ ഗോയ്സ്, നമ്മളിപ്പം ബസ്സിനകത്ത് നിന്നിട്ട് അങ്ങോട്ട് മാത്രം ഇപ്പോൾ ഒരു 4-5 ബസ് പോയിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഒരു ബസ് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇറങ്ങടാ വണ്ടി. ഗൈസ്, നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇറങ്ങി ഗൈസ്, നമ്മളെ സ്ഥലം എത്തി. ഇനി നമ്മളങ്ങോട്ട് ഇറങ്ങണ്ടേ. സൈക്കിൾ നമ്മള് സൈക്കിളാണ് ഇനി കല്യാണത്തിന് പോകുന്ന. വണ്ടി കംപ്ലൈന്റ് ആണ്. സൈക്കിൾ എടുത്ത് നമ്മളെ വീടിന്റെ അടുത്താണ് അടിച്ചോറ്. അതുകൊണ്ട് നമ്മളെ സൈക്കിൾ വന്നേക്കാണ്. അപ്പൊ നമുക്ക് ഇനി കല്യാണത്തിന് പോവാം. നമ്മൾ ഒരു എനിക്കറിയത്തില്ല 6 കല്യാണത്തിന്. ഞാൻ ചെറുക്കൻ്റെ, നീ പെണ്ണിന്റെ കൂട്ടുകാര്. നമ്മള് ഇതാണ് നമ്മൾ വന്ന സൈക്കിള്. ഓക്കെ, സെറ്റ്. ഇന്ന് പൊടിപ്പിള്ളേരോടെ ചേർന്ന് ഞാൻ സാധാരണ ഇങ്ങനത്തെ പൊടിക്കാര്യങ്ങൾ ചെയ്യാറുള്ളതല്ല. പക്ഷേ ഈ പൊടിപ്പിള്ളേരോടെ ചേർന്ന് ഞാൻ എല്ലാ കൂട്ടരിലും ഉണ്ട്. ഞാൻ സ്ഥിരം കല്യാണം
ഫുഡ് കഴിക്കാൻ വരുന്നൊരു ആഡിറ്റോറാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം പോലെ കടികളും ചായയും കുടിച്ചിട്ട് വരാം. പക്ഷേ ആദ്യമേ കാട്ടടി തുടങ്ങി. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം കുടിക്കാം. സോ നമുക്കിനി വെള്ളം കാട്ടയൊന്നുമല്ല കൈസ്, നമ്മളെ കല്യാണം വിളിച്ചിട്ട് നമ്മൾ വന്നത്. സോ നമുക്ക് വെള്ളം കുടിക്കാം. സൂപ്പർ സാധനം. മധുരം കുടിക്കും. ട്രൈ ചെയ്യാം. നമ്മൾ വന്നിട്ട് ഒരു 2 മിനിറ്റ് ചെയ്തോളൂ. ആ സമയം കൊണ്ട് 2 കുടിച്ചു. നമ്മൾ വന്ന ടൈം ശരിയല്ല. എല്ലാ സാധനങ്ങളും തീർന്നു. നമുക്ക് മുന്തിരി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇത് സാധനം കൊള്ളാം. ഇത് കൊള്ളാം. അവിടെ ഇത് കുടിച്ചോളാം. ഇത് സൂപ്പർ സാധനം. കുടിച്ചു നോക്ക്. സൂപ്പർ സാധനം. മറ്റേ നോർമൽ മുന്തിരി ഇങ്ങനെ ജ്യൂസ് അല്ല, ഇത് മുന്തിരി പാൽ കാണാത്ത റേറ്റും. സോ നമ്മളിപ്പം മെയിൻ ഓഡിറ്റോറിയത്തിൽ പോകാൻ പോവാണ്. അപ്പോൾ നോക്കാം. നമ്മളെ കുറച്ച് ബഡ്ഡീസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരെ ഒന്ന് കണ്ടിട്ട് ഈ നമ്മളെ കമ്പനിക്കാരെന്ത് ചെയ്യടാ? നമ്മുടെ ബഡ്ഡീസിനെ കാണുന്നില്ല കൈ. അവരെ തപ്പിയിട്ട് വരാം. ബൈ ഈ ഡെക്കറേഷൻ അടിപൊളി കേട്ടോ. നീ എന്നെ പറ, അല്ല ഊക്ക് വേണ്ട കഥകളൊക്കെ പറ. സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ബിരിയാണി കഴിച്ചു കൊടുക്കും. ഇവ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇട്ട വീഡിയോ ഞാൻ കാണാറൊന്നുമില്ല. നീ എന്നിട്ട് പുഴിക്കാതിരി. ബാടാ ചോറ് കഴിക്കാൻ പോവാ. ഇവിടെ തപ്പട്ട് നിങ്ങളെ കല്യാണം വിളിച്ച ഹായ് പറ. വ്ളോഗിന് കുറച്ച് ഷൈ ആണ്. പൊരിപ്പ് കഴിക്കാൻ വരുന്ന ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇത് ട്രൈ ചെയ്യണമെന്ന് വെച്ച സാധനം. ഇത് എറാ നീ വാ. ആദ്യം തന്നെ നല്ല അടിപൊളി ഈന്തപ്പഴ അച്ചാർ ഇങ്ങനെ എടുക്കണം. എനിക്ക് ഈന്തപ്പഴ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. മാറിക്കാണ് മസാല കൂട്ടിയിട്ടോ. എടാ നോമ്പിന് ശേഷം എത്ര നാളായല്ലേ ഒരു കല്യാണ ബിരിയാണി കഴിച്ചിട്ട്. ഓ അടിപൊളി. കുറച്ച് നല്ല ഈന്തപ്പഴ അച്ചാർ. ഇത് എത്ര പേർക്ക് ഈന്തപ്പഴ അച്ചാർ ഇഷ്ടമാണെന്ന് അറിയാം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് ബീഫ്. ഓ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലൊക്കെ സോഫ്റ്റ്. ഒരു പപ്പടം, കുറച്ച് സലാഡ് എടുത്തിട്ട് സൂപ്പർ. എങ്ങനെയുണ്ടാ? ഇങ്ങനെ ബീഫിൻ്റെ ആ സോഫ്റ്റ്നെസ് കാണിച്ചാൽ ഇത് ഒരു ബീഫേ. ഓ നോക്കാം എൻ്റെ മോനെ. അതും ഈന്തപ്പഴ അച്ചാറും കൂടെ കൂട്ടി കഴിക്കണം. സെറ്റാണ് ഇല്ലടാ. നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മളാണ് ചിക്കൻ പെരട്ട്. വാവ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് വരാം. ഓ ഇവിടെ ഒരു ഐസ്ക്രീം പാവം യൂട്യൂബറിന് എടുത്തതാടേ. എനിക്ക് സ്ട്രോബെറി. താങ്ക് യു. ഹെവി ആയിട്ട് ഒരു ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ ചൂടായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം കുടിക്കണം. അത് കിടിലം വൈബാ. ഇപ്പം ടാറ്റ പറ. ഓക്കെ. ഇൻസ്റ്റ ഐ ഡി ഇപ്പം കൊടുക്കാം. നോക്കിയില്ല. അങ്ങനെ ഒരു എപ്പിക് ഫുഡൊക്കെ കഴിച്ച് വന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് ഒരുമാതിരി തളർന്നു പോയി. നല്ല വെയിലും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. രാവിലെ പൊറോട്ട കിട്ടിയില്ലെങ്കിലും പക്ഷേ ഉച്ചയ്ക്ക് നല്ല അടിപൊളി കല്യാണ നമ്മൾ പോവും. നാളെ വൈകിട്ടെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് പോയിരിക്കും. കാരണം അത്രയും നല്ല പൊറോട്ടയും ബീഫാണെന്നാണ് പറയുന്നത്. കഴിച്ചു നോക്കിയിട്ടില്ല എന്നാലും പറയുന്നത്. അപ്പോൾ എന്താ പറയണ്ട, ഈ വ്ളോഗ് എൻഡ് ചെയ്യുവാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.